GSTR 9 ഫയലിംഗ് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, GSTയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ക്ലയന്റിന്റെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് ഓപ്പൺ ചെയ്യാം. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആനുവൽ റിട്ടേൺ കണ്ടല്ലോ. ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ആനുവൽ റിട്ടേൺ ക്ലിക്ക് ഓൺ ആനുവൽ റിട്ടേൺ. നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയറിന്റെ ആണോ GSTR 9 ചെയ്യാൻ വേണ്ടി പോകുന്നേ, ആ ഇയർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ 1920 ആണ് ചെയ്യേണ്ടത് എങ്കിൽ എന്ത് ചെയ്യുക, 1920 സെലക്ട് ചെയ്യുക. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇയർ കൊടുത്തു, ദെൻ സെർച്ച് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് GSTR 9 ആനുവൽ റിട്ടേൺ. GSTR 9 ഇവിടെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിപ്പയർ ഓൺലൈൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു വിൻഡോ വന്നു. ഇവിടെ കാണുന്ന കാര്യം വേറൊന്നുമല്ല, ചോദിക്കുന്നു ഡു യു വാണ്ട് ടു ഫയൽ എ നിൽ റിട്ടേൺ. GSTR 9 നില്ലാണോ ഫയൽ ചെയ്യേണ്ടത്? GSTR 9 നില്ലാണോ ഫയൽ ചെയ്യേണ്ടത്? നില്ലാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മുടെ GSTR 3B ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ചോദിക്കും അല്ലെ, നില്ലാണോ ചെയ്യേണ്ടത്, യെസ് ഓർ നോ കൊടുക്കാൻ ചോദിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, GSTR 9 നില്ല് ചെയ്യണമെങ്കിൽ ആ 12 മാസവും GSTR 1ഉം GSTR 3Bയും നില്ലായിരിക്കണം. ശരിയല്ലേ? യെസ്, എങ്കിൽ മാത്രമേ GSTR 9ഉം നില്ലാവത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ നില്ലല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോ കൊടുക്കാം. ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. ഇപ്പൊ നമ്മുടെ GSTR 9ന്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. റിട്ടേൺ ഫോം, ഓൺലൈൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, കുറച്ച് ഫോംസ് ബോക്സ് ഇവിടെ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി എടുത്താൽ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ വർഷം 12 മാസവും GSTR 1ഉം GSTR 3Bയും ചെയ്തു. നേരത്തെ പറഞ്ഞു അതിന്റെ ഒരു കൺസോളിഡേറ്റ് സമ്മറിയാണ് GSTR 9 എന്ന് പറഞ്ഞാൽ ആ 12 മാസവും 1ലും 3Bയിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഇവിടെ GSTR 9ൽ ഓട്ടോമാറ്റിക് വരും. 1ലും 3Bയിലും 12 മാസം കാണിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് GSTR 9ൽ ഓട്ടോമാറ്റിക് വരും. ക്ലിയർ? ഈ ഓരോ ബോക്സ് കണ്ടോ, 4ാമത്തെ ബോക്സ്, 5ാമത്തെ ബോക്സ് കാണുന്നുണ്ടോ? 4, 5, 6, 7, 8, 9 6 ബോക്സിൽ ഇവിടെ 6 ബോക്സ് ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6. ഈ 6 ബോക്സിന്റെ പ്രത്യേകത, ഇപ്പൊ ഏത് ഇയറിന്റെ GSTR 9 നമ്മൾ ഓപ്പൺ ആക്കിയത് ചെയ്യാനായിട്ട്?
1920 അല്ലേ? 2019 ഏപ്രിൽ മുതൽ 2020 മാർച്ചിന്റെയാണ് ഇപ്പൊ ഓപ്പൺ ആക്കിയത്. അപ്പോ ആ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 1-ലും 3-ബിയിലും ചെയ്ത കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ് ഈ 6 ബോക്സുകളിൽ. ക്ലിയർ അല്ലേ? 4 മുതൽ 9 വരെ ഉള്ള ഈ 6 ബോക്സുകളിൽ ഓട്ടോമാറ്റിക് വരും. ക്ലിയർ? യെസ്. നോക്കാം. ഈ ഒന്നാമത്തെ ബോക്സിൽ പറയുന്ന കാര്യം, ജസ്റ്റ് ഈ ബോക്സ് പറയേണ്ടത് വേറൊന്നുമല്ല. ആ 12 മാസവും GSTR 1-ലും 3-ബിയിലും നമ്മൾ കാണിച്ച ടാക്സബിൾ സെയിലാണ് ഇവിടെ വരിക ഓട്ടോമാറ്റിക് ആയിട്ട്. ഈ 4-ാമത്തെ ബോക്സ്. ക്ലിയർ? 5-ാമത്തെ ബോക്സ് നമ്മൾ GSTR 1-ലും 3-ബിയിലും കാണിച്ച നോൺ ടാക്സബിൾ സെയിലാണ് ഈ 5-ാമത്തിൽ വരിക. ടാക്സ് ഉള്ള സെയില് 4-ലും വരും, ടാക്സ് ഇല്ലാത്ത സെയില് 5-ലും വരും. GSTR 1-ലും 3-ബിയിലും കാണിക്കുന്നുണ്ട്, എങ്കിലും ഇവിടെ ഓട്ടോമാറ്റിക് വരിക GSTR 1-ൽ നിന്നാണ് വരുന്നത്. GSTR 1-ൽ കാണിച്ച സെയിൽസും ഔട്ട്പുട്ടുമാണ് GSTR 3-ബിയിൽ ഓട്ടോമാറ്റിക് പോകുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം GSTR 1-ൽ കാണിച്ച സെയിൽസും ഔട്ട്പുട്ടുമായിരിക്കും ഇവിടെ വരിക. ടാക്സബിൾ സെയില് 4-ാമത്തെ ഈ ബോക്സിൽ വരും. 5-ാമത്തെ ബോക്സിൽ നോൺ ടാക്സ് സെയില് ഫ്രം GSTR 1. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ 4-ാമത്തെ ബോക്സിൽ ഒരുപാട് കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെ? നോക്കിയേ, എന്താ പറയുന്നേ? 1-ാമത്തെ റോ B2C സെയില്. നമ്മൾ ആ 12 മാസവും GSTR 1-ൽ കാണിച്ച B2C സെയിലാണ്, അതിന്റെ ടോട്ടൽ ആണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. കേട്ടോ, ഈ വന്ന എമൗണ്ട് ഒക്കെ ആ ടോട്ടൽ എമൗണ്ട് ആണ്. ശ്രദ്ധിക്കേണ്ടത്, GSTR 1-ൽ B2C ലാർജ് പ്രത്യേകം, B2C സ്മാൾ പ്രത്യേകം ഇല്ലേ? ആണ്. ആ B2C സ്മാളും B2C ലാർജും ഒരുമിച്ച് കൂട്ടി അതിന്റെ ടോട്ടൽ ആയിരിക്കും ഇവിടെ ഓട്ടോമാറ്റിക് വരിക. അല്ലാതെ ഇവിടെ ഓട്ടോമാറ്റിക് വരുമ്പോൾ, സമ്മറി വരുമ്പോൾ B2C സ്മാള് പ്രത്യേകം ലാർജ് പ്രത്യേകം വരില്ല. സ്മാളും ലാർജ് ഒരുമിച്ച് കൂട്ടി ടോട്ടൽ ആയിരിക്കും GSTR 9-ന്റെ 4-ാമത്തെ ബോക്സിൽ ഈ എന്ന റോയിൽ ഓട്ടോമാറ്റിക് വരിക. അത് ഓർക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഈ കാണുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ B2C ലാർജിലും സ്മാളിലൊക്കെ ആയിട്ട് ആ വർഷം GSTR 1-ൽ കൊടുത്ത എമൗണ്ട് ആണ് ഇതൊക്കെ. അങ്ങനെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നമ്മൾ GSTR 1 ചെയ്യുമ്പോൾ ഈ B2C ലാർജിന് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും കൊടുക്കത്തില്ലേ? അതിന് പ്രത്യേക ഒരു ബോക്സ് ഉണ്ടല്ലേ അവിടെ. അപ്പോ ആ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും B2C കൊടുത്തുവെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ B2C സമ്മറി വരുമ്പോൾ അതിനകത്ത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ സമ്മറി വരുന്നത്. ക്ലിയർ അല്ലേ? അത് ഓർക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ എന്താ? B2B ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ 12 മാസവും GSTR 1 ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത B2B സെയിലാണ് ഈ 2-ാമത്തെ റോയിൽ ഓട്ടോമാറ്റിക് വരിക. B2B ഉണ്ടല്ലോ, ഈ കാണുന്ന എമൗണ്ട് ഒക്കെ B2B സെയിലാണ്. ആ 12 മാസവും GSTR 1-ൽ നമ്മൾ കാണിച്ച ഫിഗർ ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത്, ഈ B2Bയിലെ എമൗണ്ട് വരുമ്പോൾ ആ B2B സെയിൽ മാത്രമേ വരത്തുള്ളൂ. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇവിടെ അഡ്ജസ്റ്റബിൾ ആയി വരില്ല, അത് പ്രത്യേകം വരും. ക്ലിയർ അല്ലേ? B2B കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് ഇവിടെ സമ്മറി ആയിട്ട് വരില്ല. പക്ഷെ B2C ആണെങ്കിലോ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഇവിടെ വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ആയി സമ്മറി ആയിട്ട് വരും. B2Bക്ക് ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് പ്രത്യേകം വരും. ഇവിടെ B2B സെയിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, ഇനി C എന്ന റോ എന്താ പറയുന്നേ? നമ്മുടെ എക്സ്പോർട്ടിലെ വിത്ത് പേയ്മെന്റും വിത്തൗട്ട് പേയ്മെന്റും ഇല്ലേ? അതെ, അതിൽ വിത്ത് പേയ്മെന്റ് എക്സ്പോർട്ട് ആയിരിക്കും എവിടെ വരുന്നേ? ഈ C എന്ന റോയിൽ വരുന്നേ. ആ എക്സ്പോർട്ട് വാല്യൂ ഇവിടെ വരും, ആ വിത്ത് പേയ്മെന്റ് IGST എമൗണ്ട് ഇവിടെ വരും. ഇവിടെ ഒന്നും കാണുന്നില്ല എങ്കിൽ അർത്ഥം ആ ഇയറിൽ നമുക്ക് എക്സ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഇനി ഇതിൽ വിത്തൗട്ട് പേയ്മെന്റ് ഇല്ലേ, വിത്തൗട്ട് പേയ്മെന്റ് അത് അഞ്ചാമത്തെ ബോക്സിൽ പോകും കേട്ടോ. അടുത്ത ബോക്സില്ലേ, അടുത്ത ബോക്സ് നോൺ ടാക്സ് സെയിൽ കാണിക്കേണ്ടതല്ലേ, അവിടെ വരും. ക്ലിയർ? ഇനി അടുത്ത ബോക്സ് എന്താ? സപ്ലൈസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലേ. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ നടത്തിയാലും അതും എക്സ്പോർട്ട് പോലെ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കാക്കനാടൊക്കെ എന്തുണ്ട്, എറണാകുളത്ത് ഓരോ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പേഴ്സിനൊക്കെ നമ്മൾ സപ്ലൈ നടത്തിയാൽ അത് എക്സ്പോർട്ട് പോലെയാണ് അല്ലേ. അപ്പൊ എക്സ്പോർട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ഉള്ള സ്ഥാപനങ്ങൾ അതൊക്കെ അവർക്ക് സപ്ലൈ നടത്തി അതും എന്താണ്, എക്സ്പോർട്ട് ആണ്. അപ്പൊ അതിൽ എന്തുണ്ട്, എക്സ്പോർട്ട് പോലെ ആയതുകൊണ്ട് അവിടെ എന്തുണ്ട്, വിത്ത് പേയ്മെന്റും വിത്തൗട്ട് പേയ്മെന്റും ഉണ്ട്. അപ്പൊ ആ വിത്ത് പേയ്മെന്റ് GSTR1 കാണിച്ചുവെങ്കിൽ അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. വിത്തൗട്ട് പേയ്മെന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടെങ്കിൽ അത് എവിടെ വരും, അഞ്ചാമത്തെ ബോക്സിൽ പോകും. അപ്പൊ സിയും ഡിയും മനസ്സിലായല്ലോ. സി നോർമൽ എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ്, അതിന്റെ വിത്തൗട്ട് പേയ്മെന്റ് 5ൽ വരും. ഡി സപ്ലൈ ടു സെസ് വിത്ത് പേയ്മെന്റ്, അതിന്റെ വിത്തൗട്ട് പേയ്മെന്റ് 5ാമതിൽ വരും. ക്ലിയർ? ഡീംഡ് എക്സ്പോർട്ട്, ഡീംഡ് എക്സ്പോർട്ട് വേറൊന്നുമല്ല, എക്സ്പോർട്ട് പോലെ പറയുന്നു. അതായത് ഇപ്പോ ഒരു കസ്റ്റമർ, ഒരു ബിസിനസ് സ്ഥാപനം കേരളത്തിലാണ്, അവർ ഈ മെറ്റീരിയൽസ് ഒക്കെ, റോ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് മാത്രമാണ് അവർ ചെയ്യുന്നേ. ക്ലിയർ? അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്നവർ, അവർക്ക് ഈ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സ്കീം പറയുന്നുണ്ട്. ക്ലിയർ? കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരുപാട് എന്തുണ്ട്, ഒരുപാട് പ്രൊമോഷൻ സ്കീം ഉണ്ട്. അതിലൊരു സ്കീമാണ് അഡ്വാൻസ് ഓതറൈസേഷൻ എന്ന് പറയും. എന്താണ് അഡ്വാൻസ് ഓതറൈസേഷൻ? അപ്പൊ ആ സ്കീം പ്രകാരം രജിസ്ട്രേഷൻ എടുത്തുവെങ്കിൽ, ആ സ്കീം ഉണ്ടെങ്കിൽ, ആ സ്കീമുള്ള എക്സ്പോർട്ടർ ആണ് എങ്കിൽ അവർക്ക് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരില്ല, കസ്റ്റംസ് ഡ്യൂട്ടിയോ GST ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഒരുപാട് നേട്ടം അവർക്കുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ അത്തരത്തിലുള്ള ആ അഡ്വാൻസ് ഓതറൈസേഷൻ ഉള്ള അത്തരം എക്സ്പോർട്ടേഴ്സിന് നമ്മൾ സെയിൽ നടത്തിയാൽ എക്സ്പോർട്ട് പോലെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി നമുക്കും വരില്ല. അവർക്ക് ടാക്സ് ചാർജ് ചെയ്യേണ്ട. ചാർജ് എത്രയാവണം? 0 ആവണം. ക്ലിയർ? പക്ഷേ ഇത് ശരിക്കും എക്സ്പോർട്ട് ആണോ? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം, ആ ആളും ട്രിവാൻഡ്രത്തായിരിക്കും, ആ എക്സ്പോർട്ടറും ട്രിവാൻഡ്രത്തായിരിക്കും. പക്ഷെ ആ അഡ്വാൻസ് ഓതറൈസേഷനുള്ള എക്സ്പോർട്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സപ്ലൈ നടത്തിയാൽ സെയിം ഒരേ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും എക്സ്പോർട്ട് പോലെ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ അപ്പോ അവിടെ ഗുഡ്സ് എന്താവുന്നില്ല, ഡസ് നോട്ട് ലീവ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോകുന്നില്ല. ക്ലിയർ? ആ ലോജിക് കേട്ടോ. അപ്പൊ അതിനെ എക്സ്പോർട്ട് പോലെ ട്രീറ്റ് ചെയ്യും. അതാണ് ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോ ആ എക്സ്പോർട്ടർക്ക് സപ്ലൈ നടത്തി എനിക്ക് എന്താ പ്രത്യേകത? ഔട്ട്പുട്ട് ടാക്സ് 0. ആ ഗുഡ്സ് പർച്ചേസ് നടത്തിയപ്പോൾ കൊടുത്ത ഇൻപുട്ട് ഇല്ലേ, അതെനിക്ക് റീഫണ്ട് കിട്ടും. ക്ലിയർ? നോർമൽ എക്സ്പോർട്ടിന് അതേ റൂൾ വരും കേട്ടോ. അവിടെ മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ഡീംഡ് എക്സ്പോർട്ട് സെയിൽ എന്തെങ്കിലും നമ്മൾ GSTR1 കാണിച്ചുവെങ്കിൽ അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും കേട്ടോ. അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും. ഓക്കെ. ഇനി F എന്താ പറയുന്നേ? നമ്മൾ ഈ അഡ്വാൻസ് സർവീസിന് അഗേൻസ്റ്റ് അഡ്വാൻസ് മേടിക്കുമ്പോൾ GST ലയബിലിറ്റി കാണിക്കാറില്ലേ GSTR1? അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക, ഈ F എന്ന റോയിൽ കേട്ടോ. ഓക്കെ. ഇവിടെ ഒന്നും ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. ഇവിടെ എല്ലാം 0 ആണെങ്കിൽ അർത്ഥം ആ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ GSTR1 ഇതുമായി ബന്ധപ്പെട്ട ഒരു സപ്ലൈ നടത്തിയിട്ടില്ല, കാണിച്ചിട്ടില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. ഇനി G എന്തോ? G എന്താ? ഇൻവേർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഇസ് പെയ്ഡ് ഓൺ ദ റിവേഴ്സ് ചാർജ് ബേസിസ്.
ഈ ഒരു കാര്യം മാത്രം GSTR 1 നല്ല വരുന്നേ, GSTR 3B എന്നാ വരുന്നേ. നമ്മൾ പർച്ചേസ് ആണ് നമുക്ക്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് RCM ലയബിലിറ്റി വരുന്നില്ലേ, റിവേഴ്സ് ചാർജ് ലയബിലിറ്റി വരുന്നുണ്ട് അല്ലേ? യെസ്, അത് നമ്മൾ എവിടെ കാണിക്കുന്നേ? GSTR 3Bയില് ആ ഒന്നാമത്തെ ബോക്സിൽ ആ നാലാമത്തെ റോയിൽ കാണിക്കില്ലേ ലയബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ അവിടെ RCM ലയബിലിറ്റി അടയ്ക്കണം. സർവീസ് ഇമ്പോർട്ട് ചെയ്തു, RCM ലയബിലിറ്റി അടയ്ക്കണം. ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടറിന്റെ സർവീസ് റിസീവ് ചെയ്തു, RCM വരും ലയബിലിറ്റി. ഒരു അഡ്വക്കേറ്റ് സർവീസ് റിസീവ് ചെയ്തു, RCM വരും ലയബിലിറ്റി. അപ്പൊ അതൊക്കെ നമ്മൾ RCM ലയബിലിറ്റി വരും അല്ലേ? അതൊക്കെ നമ്മൾ ഇവിടെ കാണിക്കും, GSTR 3Bന്റെ ഒന്നാമത്തെ ബോക്സിൽ ആ നാലാമത്തെ റോയിൽ ആ ലയബിലിറ്റി കാണിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടെ വരുന്നത്, ഈ G എന്ന റോയിൽ വരിക കേട്ടോ, ആ ലയബിലിറ്റി എമൗണ്ട്. ക്ലിയർ? ഇനി ഈ I എന്താ പറയുന്നേ? I മീൻസ് ക്രെഡിറ്റ് നോട്ട്, J എന്താ? ഡെബിറ്റ് നോട്ട്. അപ്പൊ Iയും Jയും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടുമാണ്. Iയും Jയും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടുമാണ്. നോക്കിയേ, ട്രാൻസാക്ഷൻസ് സ്പെസിഫൈഡ് B മുതൽ E വരെ, B മുതൽ E വരെ. നോക്കിയേ, മുകളിൽ B മുതൽ E വരെ കേട്ടോ. ഈ B2B മുതൽ ഡീംഡ് എക്സ്പോർട്ട് വരെ ഉള്ള സപ്ലൈക്ക് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്താലാണ് അവിടെ ഐയിലും ജെയിലും വരുന്നത്. ക്ലിയർ അല്ലേ? ഐയിലും ജെയിലും വരിക. അപ്പൊ എ എന്താ പറയാത്തെ? B മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ? എ എന്താ പറയാത്തെ? എ B2C അല്ലേ? B2Cന്റെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് B2Cയിൽ തന്നെ അഡ്ജസ്റ്റ് ആയിട്ടാണ് വരുന്ന എമൗണ്ട് കേട്ടോ. അതാണ് എ പറയാത്തെ. B മുതൽ E വരെയുള്ള സപ്ലൈക്ക് കറസ്പോണ്ടന്റ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് കൊടുത്തുവെങ്കിൽ അതിവിടെ ഐയിലും ജെയിലും ഓട്ടോമാറ്റിക് വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും കേട്ടോ. ഓക്കെ, അതുപോലെ കെയും എല്ലും എന്താ? കെയും എല്ലും മീൻസ് നമ്മളിപ്പോ ഈ ഒരു മാസം GSTR 1 ചെയ്തപ്പോൾ അതിൽ എന്തെങ്കിലും ഫിഗർ എമൗണ്ട് കുറഞ്ഞു പോയി, നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മന്ത് അമൻമെന്റ് കയറി എമൗണ്ട് ആഡ് ചെയ്യത്തില്ലേ? നെക്സ്റ്റ് മന്ത് അമൻമെന്റ് കയറി എമൗണ്ട് ആഡ് ചെയ്യും അല്ലേ? അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മന്തുകളിൽ നമ്മൾ അമൻമെന്റിൽ നമ്മൾ എന്ത് ചെയ്തു? സെയിൽസ് എമൗണ്ടോ ടാക്സ് എമൗണ്ടോ അമൻമെന്റിലൂടെ ആഡ് ചെയ്തുവെങ്കിൽ അതാണ് ഇവിടെ കെ എന്ന ഈ റോയിൽ ഓട്ടോമാറ്റിക് വരിക. ഇനി എൽ എന്താ പറയുന്നേ? അതേപോലെ ഏതെങ്കിലും ഒരു മാസം GSTR 1 എമൗണ്ട് കാണിച്ചപ്പോൾ എമൗണ്ട് കൂടിപ്പോയി, നെക്സ്റ്റ് മന്ത് അമൻമെന്റ് കയറി എന്ത് ചെയ്തു? ആ എമൗണ്ട് കുറച്ചു. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ വരിക, ഈ എൽ എന്ന റോയിൽ വരിക. അതാണ് പ്ലസും മൈനസും കേട്ടോ. ശരി, ഇവിടെ ക്രെഡിറ്റ് നോട്ടിൽ മൈനസ്. കാര്യം എന്താ? ക്രെഡിറ്റ് നോട്ട് എന്തിനുള്ളതാ? സെയിൽസ് ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയല്ലേ ക്രെഡിറ്റ് നോട്ട് വരുന്നത്? അവിടെ മൈനസ് വന്നു കേട്ടോ. ഡെബിറ്റ് നോട്ട് എന്തിനാ? സെയിൽസ് ഇൻവോയ്സിലെ എമൗണ്ട് കുറഞ്ഞു പോയാൽ കൂട്ടാൻ വേണ്ടിയല്ലേ ഡെബിറ്റ് നോട്ട്. അതാണ് പ്ലസ് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് വരും. സിമ്പിളായി പറഞ്ഞാൽ GSTR 1ലും 3Bയിലും നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഈ നാലാമത്തെ ബോക്സിൽ സെയിൽസും ടാക്സും പിന്നെ RCM ലയബിലിറ്റിയും ഓട്ടോമാറ്റിക് വരുന്നു ഇവിടെ. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ GSTR 9 ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മന്ത്ലി 1ഉം 3Bയും ചെയ്തു, ആ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്, ഒരു മിസ്റ്റേക്കും ഇല്ലാതെയാണ് എല്ലാ മാസവും കൃത്യമായി ചെയ്തു പോയതെങ്കിൽ, ഓരോ മാസവും 1ഉം 3Bയും ചെയ്യുമ്പോൾ അതാത് മാസത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ ടാലിയാക്കിയാണ് പോയതെങ്കിൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അത് അതുപോലെ GSTR 9 വരും. GSTR 9 നമുക്ക് വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട. ഓട്ടോമാറ്റിക് വന്ന ഫിഗറുമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക, എല്ലാം ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. GSTR 9 ജസ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? പക്ഷേ ഇവിടെ നമ്മളിപ്പോ നാലാമത്തെ ബോക്സിൽ സെയിൽസ് എമൗണ്ട് ഒക്കെ ഓട്ടോമാറ്റിക് വന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇല്ലേ, അതുമായിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്യണം. ഈ B2C എമൗണ്ട് വന്ന എമൗണ്ട് ശരിയാണോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യണം. നോക്കുമ്പോൾ ശരിയാണ്, അല്ല നോക്കുമ്പോൾ മിസ്റ്റേക്ക് ആണ്. ഇവിടെ 25 ലാക്കാ വന്നിരിക്കുന്നേ, ശരിക്കും 26 ലാക്ക് ഉണ്ട് എന്ന് കാണുകയാണ് ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ.
അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ കുറച്ച് കാണിച്ചു 1ലും 3Bയിലും ചെയ്തപ്പോൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വന്ന എമൗണ്ടിനെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ശരിക്കുള്ള എമൗണ്ട് എത്രയാ, 26 lakh അല്ലേ, അത് ഇവിടെ കൊടുക്കുക. എപ്പോഴും നമ്മുടെ മുമ്പിൽ ശരി എന്താണ്, നമ്മുടെ അക്കൗണ്ട്സ് ബുക്കാണ്. അപ്പൊ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം എന്ത് ചെയ്യുക, GST-9 റെഡിയാക്കി മാറ്റേണ്ടതാണ് നമ്മൾ. ഓക്കെ. സോ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ മാസവും കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ടാലിയാക്കി 1ഉം 3ഉം ചെയ്ത് പോവുകയാണെങ്കിൽ GST-9 ചെയ്യുമ്പോൾ ഒരു കോംപ്ലിക്കേഷനും വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വരുന്ന എമൗണ്ട് ഒക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസം വരുത്തി ബുക്സ് ഓഫ് അക്കൗണ്ട് പോലെ ആക്കി മാറ്റാം. ക്ലിയർ? യെസ്. ശേഷം അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്തെങ്കിലും ഇതെല്ലാ കോളംസും എഡിറ്റബിൾ ആണ്. എല്ലാ കോളവും നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രം എന്ത് ചെയ്യുക, ഇവിടെ സേവ് കൊടുത്താൽ മതി. ഒരു മാറ്റം വരുത്തിയിട്ടില്ല, ഇതെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം ടാലി ആണ്, എല്ലാം ഓക്കെ ആണ് എങ്കിൽ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നോക്കി കണ്ടു, എല്ലാം ഓക്കെ ആണ് ഉറപ്പുവരുത്തി, ഒന്നും ചെയ്യണ്ട, ബാക്ക് എടുക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ബോക്സ് എന്താ, 5ാമത്തെ ബോക്സ് മീൻസ് ടാക്സ് ഇല്ലാത്ത സെയിലാണ്. നോക്കി, ഇതും ഓട്ടോമാറ്റിക് വരുന്നു. എവിടെന്നാ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ആ 4ാമത്തെ ബോക്സ് മുതൽ ആ 9ാമത്തെ ബോക്സ് വരെ ഓട്ടോമാറ്റിക്കാ വരുന്നത്, ആ ആദ്യത്തെ 6 ബോക്സ്. ക്ലിയർ? ഈ 2ാമത്തെ ഈ ബോക്സിൽ നോൺ ടാക്സ് സെയിലാണ്, ടാക്സ് ഇല്ലാത്ത സെയിൽ കേട്ടോ. ഇത് കണ്ടോ, എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ് ആണ്, ടാക്സ് ഇല്ലല്ലോ. സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ വിത്തൗട്ട് പേയ്മെന്റ് കണ്ടോ. റിവേഴ്സ് ചാർജ് ടാക്സ് ഇല്ലാത്ത ഏതെങ്കിലും കേസിൽ RCM ഉണ്ടോ, അത്. എക്സംപ്റ്റ് നിൽ റേറ്റ് നോൺ GST അറിയാലോ, അതിന്റെ സപ്ലൈ. ഇനി ആ മുകളിൽ പറയുന്ന ടാക്സ് ഇല്ലാത്ത സപ്ലൈക്ക് കറസ്പോണ്ടന്റ് ആയിട്ട് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ അമെന്റ്മെന്റോ ഉണ്ടെങ്കിൽ അത്, ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും. GSTR 1ൽ നമ്മൾ കാണിച്ചുവെങ്കിൽ ഇതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് വരും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ കൊടുക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ബോക്സ് നോക്കിയേ. ഇത് ഇൻപുട്ട് ടാക്സ് എത്ര ക്ലെയിം ചെയ്തു. നമ്മൾ ഇൻപുട്ട് ടാക്സ് എവിടെയാ ക്ലെയിം ചെയ്യുന്നേ, GSTR 3B അല്ലേ. GSTR 3B നമ്മൾ എത്ര ഇൻപുട്ട് ക്ലെയിം ചെയ്തു ആ 12 മാസവും, അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. അത് എവിടെ ഓട്ടോമാറ്റിക് വരുന്നേ, ഈ 6ാമത്തെ ബോക്സിൽ 6A ഉണ്ടോ, ഫസ്റ്റ് റോ ഉണ്ടോ, A. എന്താ അവിടെ പറയുന്നേ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ് ത്രൂ 3B അല്ലേ. GSTR 3Bയിലൂടെ നമ്മൾ എത്ര ഇൻപുട്ട് അവൈൽ ചെയ്തു, അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ കണ്ടോ വന്നിരിക്കുന്ന എമൗണ്ട്, ഇവിടെ ഓട്ടോമാറ്റിക് വന്ന ഈ 16,000 സംതിങ് എമൗണ്ട് ഇല്ലേ, IGST CGST SGST കൊണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. ഇത് ഈ 6A എന്ന റോ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇറ്റ് ഈസ് നോട്ട് എഡിറ്റബിൾ, എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊരു കാര്യം അപ്പൊ ചിന്തിക്കും, ഇത് ഓട്ടോമാറ്റിക് വന്നു, ഇത് ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ടുമായി ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഇതല്ല എമൗണ്ട് എങ്കിലോ, ഇതിനേക്കാൾ കൂടുതലോ ഇതിനേക്കാൾ കുറവോ ആണെങ്കിലോ, നമ്മൾ മന്ത്ലി 3Bയിൽ ക്ലെയിം ചെയ്ത് പോയതിൽ മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്ക് എമൗണ്ട് ആണ് ഇതെങ്കിലോ, എങ്കിൽ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യും? ഇത് എഡിറ്റബിൾ അല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2ാമത്തെ റോ മുതൽ കാണുന്നുണ്ടോ, ബി എന്ന റോ, സി എന്ന റോ, ഡി എന്ന റോ, ഇ, എഫ്, ജി, എച്ച്, ഈ എച്ച് വരെ ഉള്ളത്, ബി മുതൽ എച്ച് വരെ ഓർക്കേണ്ടതാണ്. ഏതൊക്കെയാ? റോ ബി മുതൽ റോ എച്ച് വരെ ഉള്ള ഓരോ പോയിന്റും ഓരോ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന കേസ് ആണ്. ഓരോരോ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന കേസസ് ആണ് ഈ പറയുന്ന ബി മുതൽ എച്ച് വരെ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ നമ്മൾ എടുത്തു എന്ന് പറയുന്ന ഇൻപുട്ട് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് എന്ത് ഇൻപുട്ടാണ്, എങ്ങനെയുള്ള ഇൻപുട്ട് ആണെന്ന് ബി മുതൽ എച്ച് വരെ നമ്മൾ ഫില്ല് ചെയ്യണം. ക്ലിയർ അല്ലേ?
അപ്പൊ അവിടെ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ നോക്കാം, ഈ ബി എന്താ പറയുന്നേ? നോർമൽ പർച്ചേസ് നടത്തിയ ഇൻപുട്ടില്ലേ? നോർമൽ പർച്ചേസ് നടത്തിയ ഇൻപുട്ടില്ലേ? നോർമൽ പർച്ചേസ് ഓഫ് ഗുഡ്സും എക്സ്പെൻസിൽ വരുന്ന ഇൻപുട്ടില്ലേ? അതാണ് ഈ ഇൻപുട്ട് എങ്കിൽ ബി എന്ന റോയിൽ കാണിക്കാം. ക്ലിയർ? അതല്ല, നമ്മൾ ഈ റിവേഴ്സ് ചാർജ് പ്രകാരം നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യത്തില്ലേ? RCM ആയിട്ട് പേയ്മെന്റ് നടത്തിയ എമൗണ്ട് ക്ലെയിം ആവില്ല നമുക്ക്. അതാണെങ്കിലാണ് എവിടെ കാണിക്കും? സിയിലും ഡിയിലും അതാ വരുന്നേ. ക്ലിയർ അല്ലേ? സിയും ഡിയും റിവേഴ്സ് ചാർജ് ഇൻപുട്ടാ വരുന്നേ. ഈ എന്താ പറയുന്നേ? നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോ RCM ലയബിലിറ്റി അടച്ചാൽ അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാലോ. ആ ഇൻപുട്ട് ആണെങ്കിൽ ഇയിലാ വരുന്നേ. സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ RC ലയബിലിറ്റി അടയ്ക്കുമല്ലോ, അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാലോ. അതാണെങ്കിൽ എഫ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ നിന്ന് ഇൻപുട്ട് റിസീവ് ചെയ്തില്ലേ, അതാണ് ജി ഉദ്ദേശിക്കുന്നത്. എച്ച് മീൻസ് നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഈ പർച്ചേസ് നടത്തിയിട്ട് ഇൻപുട്ട് ക്ലെയിം എടുത്തു, പിന്നീട് പക്ഷെ അവിടെ ആ സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കാതെ ഇൻപുട്ട് ക്ലെയിം ചെയ്താൽ കണ്ടീഷൻ എന്താ? 180 ഡേയ്സിനുള്ളിൽ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കണം. കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? എടുത്ത ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണ്ടേ? യെസ്. അപ്പോ ആ 180 ഡേയ്സിനുള്ളിൽ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കാതിരുന്നാൽ ക്ലെയിം എടുത്ത ഇൻപുട്ട് തിരിച്ചടക്കി റിവേഴ്സ് ചെയ്യും. പിന്നീട് നമ്മൾ ആ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ റിവേഴ്സ് ഇൻപുട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം, റീക്ലെയിം ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എമൗണ്ട് ഓഫ് ഇൻപുട്ട് റീക്ലെയിംഡ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് എന്തെങ്കിലും റീക്ലെയിം ചെയ്തു എങ്കിൽ ആ ഇൻപുട്ടാണ് എച്ചിൽ കാണിക്കേണ്ടത്. അപ്പൊ ബി മുതൽ എച്ച് വരെ ഓരോ കേസ് ഇൻപുട്ട് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ 3Bയിൽ ക്ലെയിം ചെയ്ത ഈ 16,000 ഇൻപുട്ട് എങ്ങനെയുള്ള ഇൻപുട്ട് ആണ്? ഈ 16,000 ഇൻപുട്ടും നോർമൽ പർച്ചേസിലൂടെയുള്ള ഇൻപുട്ട് ആണോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 16,000 രൂപയും ബി എന്ന റോയിൽ കാണിക്കാം. ക്ലിയർ അല്ലേ? യെസ്. അതല്ല, ഈ 16,000 രൂപയില് 6,000 രൂപ 10,000 രൂപ ഇൻപുട്ട് മാത്രം നോർമൽ പർച്ചേസിലും 6,000 രൂപ ഇൻപുട്ട് റിവേഴ്സ് ചാർജും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10,000 ഇൻപുട്ട് ബിയിലും കാണിച്ച് 6,000 ഇൻപുട്ട് സിയിലും കാണിക്കാം. ക്ലിയർ അല്ലേ? ആ ലോജിക് കേട്ടോ. കാര്യം മനസ്സിലായല്ലോ? യെസ്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ സങ്കല്പിക്കുക, ഈ 16,000 രൂപ ഇൻപുട്ട് 3Bയിൽ എടുത്ത ഇൻപുട്ട് നോർമൽ പർച്ചേസ് പ്രകാരമുള്ള ഇൻപുട്ട് ആണ്. നോർമലി അതല്ലേ വരുന്നത് കൂടുതലും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 16,000 രൂപ ബി എന്ന റോയിൽ എടുത്ത് കാണിക്കണം. ക്ലിയർലി? എടുത്ത് കാണിക്കണം. ഇവിടെ ആ ഇൻപുട്ട് കാണിക്കുമ്പോൾ കേട്ടോ, ഇൻപുട്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ്, മൂന്നെണ്ണം പ്രത്യേകം പ്രത്യേകം പറയുന്നു. അത് മൂന്നും പ്രത്യേകം എന്ത് ചെയ്യുക? കാണിക്കണമെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോ അത് അതോറിറ്റി മാറ്റം വരുത്തി പറഞ്ഞു. അതോറിറ്റി പറഞ്ഞു അത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എന്ത് ചെയ്യേണ്ട, വ്യത്യസ്തമായി കാണിക്കേണ്ട, പകരം ഇൻപുട്ടിൽ മാത്രം കാണിച്ചാൽ മതി. ഇപ്പൊ ഈ 16,000 രൂപ അസറ്റ് മേടിച്ച് ഇൻപുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസ് വന്ന ഇൻപുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ഇൻപുട്ട് ആയിരിക്കാം. എന്തായാലും ഈ ഇൻപുട്സ് റോയിൽ കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 16,000 ഇൻപുട്ട് ഈ ഇൻപുട്സ് റോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിക്കാം. മാനുവലി ടൈപ്പ് ചെയ്യണം. അപ്പോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 16,000 രൂപ ഇൻപുട്ട് 3Bയിൽ ക്ലെയിം എടുത്തു, അതുകൊണ്ട് 6A അത് വന്നു. ഇനി എന്താ? ഈ എമൗണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ട്? ഞാൻ എന്റെ അക്കൗണ്ട് ബുക്സുമായി ചെക്ക് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്. ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ 16,733 എമൗണ്ട് എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ആ ലോജിക്ക്. ഇനി നോക്കിയപ്പോൾ ഞാൻ ഈ 3Bയിൽ ക്ലെയിം എടുത്ത എമൗണ്ട് 6Aയിൽ ഓട്ടോമാറ്റിക് വന്നു. ഈ വന്ന എമൗണ്ട് ഞാൻ എന്റെ അക്കൗണ്ട് ബുക്കിൽ ചെക്ക് ചെയ്തപ്പോൾ 16,000 അല്ല, ഒരു 15,000 ഉള്ളൂ, 15,000 ഉള്ളൂ ശരിക്കും ഇൻപുട്ട്. നമ്മൾ 1,000 അധികം ക്ലെയിം എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരിക്കും എത്രയാ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം ഇൻപുട്ട്? 15,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ഇവിടെ എടുത്ത് കാണിക്കുമ്പോൾ 15,000 കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അതാ ലോജിക്ക്. ഓക്കെ. അല്ലാതെ 6A എന്ത് ചെയ്യാൻ പറ്റില്ല? എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. 6B മുതൽ H വരെ അത് എടുത്ത് ആ ഇൻപുട്ട് എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കുള്ള എമൗണ്ട് കാണിച്ചു പോകാം എന്നർത്ഥം കേട്ടോ. ക്ലിയർ അല്ലേ? അതാ ലോജിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം? ചെയ്തു പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ശരി.
ഇനി ഇവിടെ ബാക്കി നമുക്ക് ഈ എച്ച് വരെ മാത്രമേ നോക്കിയാൽ മതി, ഇങ്ങോട്ടൊന്നും ആവശ്യമില്ല കേട്ടോ, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും ഇപ്പൊ ഇല്ല, ട്രാൻസാക്ഷൻ ഫോം ഒന്നും ഇപ്പൊ ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത്. അപ്പോ ഇവിടെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, സേവ് ബട്ടന്റെ ആവശ്യം വരും. കാര്യം എന്താ, നമ്മൾ ഉറപ്പായിട്ടും 6A വന്ന എമൗണ്ട് ബി മുതൽ എച്ച് വരെ നമ്മൾ എന്ത് ചെയ്യും, അത് ഏതാണെന്ന് നോക്കി അതാത് കോളത്തിൽ എന്റർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് എന്ത് വേണം, ഇവിടെ നമ്മൾ സേവ് കൊടുക്കേണ്ട ആവശ്യം വരും അല്ലെ ചെയ്യുമ്പോ. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്ത് ബോക്സ് നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റിവേഴ്സൽ ആണ്. നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്തില്ലേ, അത് ഓട്ടോമാറ്റിക് വരും ഇവിടെ. GST 3B ഓർമ്മയില്ലേ നമുക്ക്, ആ 3Bന്റെ മൂന്നാമത്തെ ബോക്സിൽ ക്ലെയിം ചെയ്യുക മാത്രമാണോ ചെയ്യുന്നേ, ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാറില്ലേ നമ്മൾ? അതെ. അപ്പൊ അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും. നോക്കിയേ, റൂൾ 37 എന്താ പറയുന്നേ, റൂൾ 39, 42, 43 നാലും റിവേഴ്സൽ കേസ് ആണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 37 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കേസിൽ എന്താ, 180ന്റെ കേസ് അല്ലേ? പർച്ചേസ് നടത്തി, ഇൻപുട്ട് ക്ലെയിം ചെയ്തു, പക്ഷേ 180 ഡേയ്സ് ആയിട്ടും സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ആഫ്റ്റർ 180 ഡേയ്സ് ക്ലെയിം എടുത്ത് ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണ്ടേ? അതാണ് 37 റൂൾ പറയുന്നത്. അതാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഇൻപുട്ട് റിവേഴ്സൽ ഇവിടെ കാണിക്കുക. 39 മീൻസ് നമ്മൾ ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറില്ലേ, ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ബ്രാഞ്ച് റിസീവ് ചെയ്തില്ലേ, ആ ഇൻപുട്ട് അത് റിസീവ് ചെയ്തു, ബ്രാഞ്ചസ് ക്ലെയിം ചെയ്തു, പിന്നീട് മനസ്സിലായത് അത് ക്ലെയിം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പൊ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്തില്ലേ ആ ബ്രാഞ്ചസ്. അതാണ് 39 ഉദ്ദേശിക്കുന്നത്. ISD ഇൻപുട്ട് റിസീവ് ആയത് റിവേഴ്സ് ചെയ്യുന്ന കേസാണ് 39 ഉദ്ദേശിക്കുന്നത്. 42 എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് നടത്തി, ബിസിനസ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് നടത്തി, ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് നടത്തി, ആ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ചെയ്യണം, മാനുഫാക്ചറിങ് ചെയ്യണം. ടാക്സബിൾ ആണ്, ബിസിനസ് പർപ്പസിന് വേണ്ടി മാനുഫാക്ചറിങ് ചെയ്യണം. അതിനാണ് ആ റോ മെറ്റീരിയൽ പർച്ചേസ് നടത്തിയത്. അതുകൊണ്ട് ആ റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ട് മൊത്തം ക്ലെയിം ചെയ്തു. എന്നിട്ട് ആ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാതെ പേഴ്സണലായിട്ട് യൂസ് ചെയ്തു എങ്കിൽ ആ ക്ലെയിം എടുത്ത ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ, ഒരു വുഡ് മേടിച്ചു, തടി മേടിച്ചു, എന്തിനാ, ഫർണിച്ചർ ഉണ്ടാക്കാൻ. ഫർണിച്ചർ ഓഫീസ് പർപ്പസിലേക്ക് ഒരു 20 ഫർണിച്ചർ ഉണ്ടാക്കണം. ഫർണിച്ചർ ആ ഓഫീസിലേക്ക് 20 ഫർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട വുഡ് വേണം, തടി മേടിച്ചപ്പോൾ GST കൊടുത്തു, ആ ഇൻപുട്ട് ക്ലെയിം എടുത്തു. ക്ലെയിം എടുക്കാമല്ലോ, കാരണം അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന 20 ഫർണിച്ചറും ബിസിനസ് പർപ്പസ് ആണ്. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ആ തടി മേടിച്ചപ്പോൾ കൊടുത്ത ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് ക്ലെയിം ചെയ്തു. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഫർണിച്ചർ 20 കംപ്ലീറ്റ് ആയി. പക്ഷെ അതിൽ ഒരു 5 ഫർണിച്ചർ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, പേഴ്സണൽ യൂസിന് വേണ്ടി കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്യണം, ആ 5 ഫർണിച്ചറിന് കറസ്പോണ്ടന്റ് ആയിട്ട് ആനുപാതികമായിട്ട് നമ്മൾ യൂസ് ചെയ്ത റോ മെറ്റീരിയൽസിന്റെ ഇൻപുട്ട് ക്ലെയിം എടുത്തത് തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് റൂൾ 42. 43 എന്ന് പറഞ്ഞാൽ അസറ്റ് പർച്ചേസ് നടത്തിയതാണ്. നമ്മളിപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്തു, അസറ്റ് പർച്ചേസ് നടത്തി. അസറ്റ് മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ ആ അസറ്റ് എന്ത് ചെയ്തു, മേടിച്ച് ഇൻപുട്ട് ക്ലെയിം ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അസറ്റ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുപോയി. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യണം. അതാണ് 43. അപ്പോ 37 എന്താ, 180ന്റെ കേസ് റിവേഴ്സൽ. 39 എന്താ, ISD ഇൻപുട്ട് റിവേഴ്സൽ. 42 എന്താ, നോർമൽ ഗുഡ്സ് പർച്ചേസ് നടത്തിയത് റിവേഴ്സൽ. 43 എന്താ, അസറ്റ് പർച്ചേസ് പിന്നെ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്തു, ആ റിവേഴ്സൽ. 75 എന്താ, 75 എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ, GST 3Bയില് ആ മൂന്നാമത്തെ ബോക്സിൽ അവസാനത്തെ റോ അല്ലെ, 75 എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് ഇൻപുട്ട്, ക്ലെയിം ചെയ്യാൻ പാടില്ല. അതായത് മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് നടത്തി, ആ മോട്ടോർ വെഹിക്കിൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് ക്ലെയിം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അതെവിടെ പറയുന്നു, 75. ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ ഫുഡ് ഐറ്റംസ്, ബിവറേജ് ഐറ്റംസ്, അതിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. എവിടെ പറയുന്നു, 75. അതുപോലെ ഒരു എന്താ, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി
പർച്ചേസ് നടത്തിയ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി പർച്ചേസ് നടത്തിയ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറയുന്നുണ്ട് ഇവിടെ 17.5. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടതാണ് 17.5 കേട്ടോ. ഇതൊക്കെ 3B ഓട്ടോമാറ്റിക് വരും. 3B കാണിച്ചതാണെങ്കിൽ ഓട്ടോമാറ്റിക് വരും കേട്ടോ. ഇവിടേക്ക് ഇത് രണ്ടും ആവശ്യമില്ല. എഫും ജിയും ഇപ്പൊ നിലവിലില്ല. ട്രാൻസിഷണൽ ഫോം ഒന്നും ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ ഇവിടെ 7 എന്ന ബോക്സിൽ ഈ എ മുതൽ ഇ വരെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ശരി. എട്ടാമത്തെ ബോക്സിന് പ്രത്യേകതയുണ്ട്. എട്ടാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ആറാമത്തെ ബോക്സുമായിട്ട് ലിങ്ക് ഉണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ വർഷം GSTR 2A വന്ന ഇൻപുട്ട് അല്ലേ നമ്മൾ 3B ക്ലെയിം എടുത്ത് പോകുന്നേ ആണല്ലോ? അതെ. അപ്പൊ ആ 2A വന്ന ഇൻപുട്ട് ആണ് ഈ എട്ടാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരിക. 2A വന്ന ഇൻപുട്ട് ആണ് എട്ടാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരിക. അപ്പൊ ഇതുമായിട്ട് എങ്ങനെ ലിങ്ക് വരുന്നേ? 2A വന്ന ഇൻപുട്ട് അല്ലേ 3B ക്ലെയിം ചെയ്യുന്നേ നമ്മൾ? അതെ. അപ്പോ 6A വന്ന എമൗണ്ടും ഇൻപുട്ടും എട്ടാമത്തെ ബോക്സിൽ വരുന്ന ഇൻപുട്ടും ഒരുപോലെ ആവണ്ടേ? ഒരുപോലെ ആവണം. ക്ലിയർ അല്ലേ? ഇവിടെ എത്ര ഇൻപുട്ടാ വന്നത്? 16,000 രൂപ ഇൻപുട്ട് അല്ലേ വന്നത് അല്ലേ? 16,000. അപ്പൊ ആ 16,000 എന്ന് പറയുന്നത് ഈ 16,000 രൂപ ഇൻപുട്ടാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലേ? അപ്പോ ഇവിടെ ആ 16,000 രൂപ ഇൻപുട്ട് വരണമെങ്കിൽ 16,000 രൂപയാണ് നമ്മൾ മന്ത്ലി 3B ക്ലെയിം എടുത്തേ. 3B 16,000 ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ മന്ത്ലി 2A നോക്കിയല്ലേ ക്ലെയിം ചെയ്യുന്നേ? ആ 2Aക്കകത്ത് ആ വർഷം 16,000 ഇൻപുട്ട് വന്നിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 16,000 ഇൻപുട്ട് അല്ലേ എട്ടാമത്തെ ബോക്സിൽ ഇൻപുട്ട് വരേണ്ടത് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. നോക്കിയേ, എട്ടാമത്തെ ബോക്സിൽ 8A എന്ന റോയിൽ കണ്ടോ ഇൻപുട്ട് ആസ് പെർ GSTR 2A പ്രകാരമുള്ള ഇൻപുട്ട് 17,000 ഉണ്ട് അല്ലേ? ഇവിടെ 17,000 ഉണ്ട് ഇവിടെ ഇൻപുട്ട്. ക്ലിയർ അല്ലേ? അനീഷ്, GSTR 2B ആണോ 2A ആണോ? GSTR 2B എന്ന ഫോം നടപ്പിലായത് 2020 നവംബർ മുതലാണ്. അതിപ്പോ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ 1920 ആണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് 2A ആണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ. സോ 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 9 ഒന്നും ഇപ്പൊ ആയിട്ടില്ല. അത് ആകുന്ന സമയത്ത് ചിലപ്പോ ഈ 2A എന്ന ഫോം മാറി 2B അപ്ഡേറ്റ് ആകും കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ഇവിടെ കണ്ടല്ലോ, ഇപ്പൊ ഇവിടെ വന്ന എമൗണ്ട് 16,000 ആണോ വന്നിരിക്കുന്നത്? അല്ല, 17 വന്നിരിക്കുന്നത് അല്ലെ? വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് 2A വന്ന എമൗണ്ട് 17,000, 3B എടുത്ത എമൗണ്ട് 16,000. ക്ലിയർ? അപ്പോ നമുക്ക് 2A പ്രകാരം ഇനിയും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ ഉണ്ടെന്നല്ലേ അർത്ഥമാക്കുന്നത് അവിടെ? ആണ്. ഇനിയും 1000 ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ ഉണ്ട് എന്നല്ലേ അർത്ഥമാക്കുന്നത് അവിടെ? നമ്മൾ 17,000 2A ഉണ്ടായിട്ടും നമ്മൾ 16,000 3B എടുത്തോളൂ. അതെങ്ങനെ മനസ്സിലായി? ഇവിടുന്ന് ഇവിടെ ആറാമത്തെ ബോക്സിൽ 6A 16,000 ഇൻപുട്ട് വന്നിരിക്കുന്നേ. ക്ലിയർ? ഓക്കെ. ഇവിടെ ബി എന്താ പറയുന്നേ? ITC as per ടോട്ടൽ ഓഫ് 6B to H. നമ്മൾ 6A വന്ന ഇൻപുട്ട് 6B മുതൽ H വരെ നമ്മൾ എൻറ്റർ ചെയ്തില്ലേ? പ്രത്യേകം എടുത്ത് ചെയ്യുമല്ലോ. അതെ. അപ്പൊ അവിടെ കാണിച്ച എമൗണ്ട് ആണ് എവിടെ വരിക? 8B വരിക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം ചെക്ക് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അല്ലേ 6B മുതൽ H കാണിക്കുന്നേ? അതെ. ആ 3B എടുത്ത 16,000 രൂപ ഇൻപുട്ട് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരമുള്ള ശരിക്കും ഇൻപുട്ട് എങ്കിൽ 6B മുതൽ H വരെ നമ്മൾ ആ എമൗണ്ട് കാണിച്ചു പോകത്തുള്ളൂ. അപ്പൊ 6B മുതൽ H വരെ കാണിച്ച ഇൻപുട്ട് ആണ് ആ 16,000 ആയിരിക്കും എവിടെ വരിക? ഇവിടെ ഓട്ടോമാറ്റിക് വരിക. അപ്പൊ 6B കാണിച്ച എമൗണ്ട് ആണ് 8B വരിക എന്നർത്ഥം. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെ ആ 6A വന്നിരുന്ന 16,000 രൂപയാണ് 6B കാണിച്ചതെങ്കിൽ ആ 6B കാണിച്ച 16,000 രൂപയാണ് എവിടെ വരിക? 8B വരിക. അപ്പൊ 8B എത്ര വരും? 16,000 വരും. 8A എത്രയുണ്ട്? 17,000. 8B 16,000 ഉണ്ട്. അപ്പൊ 1000 രൂപ ഇൻപുട്ട് എക്സസ് ഉണ്ടല്ലേ 2A പ്രകാരം, ഇനിയും ക്ലെയിം ചെയ്യാൻ ഉണ്ടെന്നർത്ഥം. അപ്പോ സിയിൽ ചോദിക്കുന്ന കാര്യം വേറൊന്നുമല്ല, 8C പറയുന്നു വേറൊന്നുമല്ല, ഇങ്ങനെ അധികമായി കിടപ്പുള്ള 2A ആ 1000 രൂപ ഇൻപുട്ട് നിങ്ങൾ ഈ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്യാതെ
2021 നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 3Bയിൽ ക്ലെയിം ചെയ്തുവെങ്കിൽ, ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? 19 ഏപ്രിൽ മുതൽ 20 മാർച്ച് വരെ 3Bയിൽ ഇൻപുട്ട് നിങ്ങൾ 16,000 ക്ലെയിം ചെയ്തോളൂ. അതുകൊണ്ടാണ് അത് 6Aയിൽ വന്നേ. അതാണ് 6Bയിൽ നമ്മൾ കാണിച്ചേ. അതാണ് 8Bയിൽ ഓട്ടോമാറ്റിക് വന്നേ. അപ്പൊ ഇനി 1000 ക്ലെയിം ചെയ്യാൻ ഉണ്ട്. 19-20 മാർച്ച് വരെ നമ്മൾ ആ 1000 ക്ലെയിം ചെയ്തിട്ടില്ല. അത് ചോദിക്കുന്നു, നിങ്ങൾ 2021 എന്ന ഫിനാൻഷ്യൽ ഇയറിൽ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന് 3Bയില് ആ എക്സസ് ഉള്ള 1000 ക്ലെയിം ചെയ്തുവെങ്കിൽ അത് എന്ത് ചെയ്യുക? സി എന്ന റോയിൽ കാണിക്കുക. സിയിൽ എന്ത് ചെയ്യുക? ആ 1000 കാണിക്കുക. ക്ലിയർ അല്ലേ എന്നാ പറയുന്നേ? അങ്ങനെ ചെയ്തെങ്കിൽ മാത്രം കേട്ടോ, ചെയ്തില്ലെങ്കിൽ വേണ്ട. ചോദ്യമാണത്. കറണ്ട് ഇയറിൽ ചെയ്തില്ല എന്ന് മനസ്സിലായി. ചെയ്തിരുന്നുവെങ്കിൽ 6Aയിൽ വരുമായിരുന്നല്ലോ. 6Aയിൽ ഇപ്പൊ 16 ഉള്ളൂ. അതാണ് ശരിയെന്നും 6Bയിൽ നമ്മൾ കാണിച്ചു. അപ്പൊ 2A പ്രകാരം ഇനിയും 1000 ക്ലെയിം ഉണ്ട്. അപ്പൊ ചോദിക്കുന്നു, നിങ്ങൾ ആ ഇൻപുട്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്തോ 3Bയില്? അങ്ങനെ ചെയ്തുവെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്തുവെങ്കിൽ ആ 1000 8Cയിൽ കാണിക്കുക. ക്ലിയർ അല്ലേ? ഇതുപോലെ കാണിക്കുക. അങ്ങനെ കാണിച്ചാൽ ഇപ്പൊ എല്ലാം ടാലി ആയില്ലേ? 8Bയിൽ 16,000 ഉണ്ടാവും. ഈ എമൗണ്ട് അല്ലേ 8Bയിൽ വരും. അപ്പോ കണ്ടല്ലോ, ഈ ബിയും സിയും കൂടെ കൂട്ടുമ്പോ 17 ആയി മാറുന്ന അർത്ഥം. ബിയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2A ടാലി ആകുമെന്ന് അർത്ഥം. 2A പ്രകാരം 17 ഉണ്ട്. അതിൽ 16 3Bയിൽ എടുത്തു. അത് 8Bയിൽ വന്നു. ക്ലിയർ? അപ്പൊ ഇവിടെ 16,000 വരും. അപ്പൊ ഇവിടെ ബാക്കി 1000 രൂപ അത് നെക്സ്റ്റ് ഇയറിൽ എടുത്തുവെങ്കിൽ 1000 ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 2A ഈക്വൽ ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഡിഫറൻസ് എമൗണ്ട്? A മൈനസ് ബി പ്ലസ് സി. A മൈനസ് ബി പ്ലസ് സി. ഇവിടെ എന്തായി വരുന്നേ? ഇവിടെ നമുക്ക് 0 വരും, 0 വരും. ബാക്കിയൊന്നും ഉണ്ടാവത്തില്ല എന്നർത്ഥം. ക്ലിയർ? ഇനി അതല്ല, നമ്മൾ പറയുന്നു, നമ്മൾ അങ്ങനെ ഒന്നും നെക്സ്റ്റ് ഇയറിൽ പോയി ക്ലെയിം ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇയറിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. സങ്കല്പിക്കുക, ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല. ആ കറണ്ട് ഇയർ ആയ 1920 ക്ലെയിം ചെയ്ത 16,000 മാത്രമേ ഉള്ളൂ. അതാണ് 8Bയിൽ വന്നു. ബാക്കി 1000 ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും 2A പ്രകാരം 1000 ക്ലെയിം ചെയ്യാൻ ഇനിയും ഉണ്ട് അല്ലെ? ഇനിയും ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് ബാലൻസ് ആയിട്ട് ഡിഫറൻസിൽ എവിടെ വരും? ഈ ഡിഫറൻസില് വന്ന് കിടക്കും. ആ 1000 രൂപ പ്ലസ് 1000 വന്ന് കിടക്കും. 2A പ്രകാരം ക്ലെയിം ചെയ്യാൻ ഉണ്ട് എന്ന അർത്ഥത്തിൽ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ചോദ്യം, അങ്ങനെ ഇനി ആ 1000 രൂപ ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? ചോദ്യം. 1920 ആ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇയർ 2021 ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ആ 1000 ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ചോദ്യം. അവിടെ അതിന് ഉത്തരമാണ് GSTR 9 എന്നാ ശരിക്കും ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. 1920 ഇയറിന്റെ ആണെങ്കിൽ 20 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ? 2020 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1920 മാർച്ച് 31 ഇയർ അവസാനിച്ചു. നെക്സ്റ്റ് ഡേ ഏപ്രിൽ 1 മുതൽ 2020 ഏപ്രിൽ മാസം 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? GSTR 9 ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോ ആ 2020 ഏപ്രിൽ 1 മുതൽ GSTR 9 ചെയ്തു തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് 2020 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ 9 ചെയ്യാം. ക്ലിയർ? അപ്പോ ആ 1920 എന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻപുട്ട് ആണല്ലോ ഈ ബാക്കിയുള്ള 1000. ആ 1920 ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഒരു ടൈം ഡേറ്റ് ഉണ്ട് എന്നും ചോദിച്ചാൽ ആ ഇയറിന്റെ GSTR 9 ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ 2020 സെപ്റ്റംബർ മാസത്തിന്റെ 3B ചെയ്യുന്ന ഡേറ്റ്, അതായത് 2020 ഒക്ടോബർ മാസം 22. ക്ലിയർ? ഒന്നുകിൽ അത് ഇതിൽ ഏതാണോ ആദ്യം വരുന്നേ ആ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ അല്ലേ? സോ 19-20 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് 2020 സെപ്റ്റംബറിന്റെ 3B ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ 1920 ഇയറിന്റെ GSTR 9 ചെയ്യുന്ന ഡേറ്റ്, വിച്ച് എവർ ഈസ് ഫസ്റ്റ് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ അവൈലിംഗ് ITC ഫോർ ദ കറണ്ട് ഇയർ. അപ്പൊ നമ്മൾ സെപ്റ്റംബറിന് മുമ്പേ GSTR 9 ചെയ്തുവെങ്കിൽ ആ GSTR 9 ചെയ്യുന്ന ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ?
അല്ല സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണ് നമ്മൾ GST-R9 ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 1000 ഇനി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെപ്റ്റംബർ കടന്നു പോയി എന്ന് പറഞ്ഞാൽ ആ ഇയറിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള സമയപരിധി കടന്നു പോയി, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ ഡി എന്ന റോയിൽ ഡിഫറൻസ് കിടക്കുന്ന ഈ 1000 രൂപ ഇൻപുട്ട് 2A അധികം വന്ന 1000 ഇൻപുട്ട് ഇല്ലേ, അത് എവിടെ ഓട്ടോമാറ്റിക് വരും? ലാസ്റ്റ് റോ ഉണ്ടോ ഈ കെയിൽ ഓട്ടോമാറ്റിക് വരും. കെ എന്താ? ITC ലാപ്സ്ഡ്. ആ ഇൻപുട്ട് ലാപ്സ് ആയി പോയി എന്നർത്ഥം, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ആ ടൈം ലിമിറ്റ് കടന്നു പോയ കാരണത്താൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, സമയപരിധി കടന്നു പോയി എന്നർത്ഥം. ക്ലിയർ അല്ലേ? യെസ്. ഇനി അതല്ല, ലാപ്സായി പോയിട്ടൊന്നുമില്ല എങ്കിൽ നമുക്ക് ഇവിടെ 1000 കിടപ്പുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ചോദിക്കുന്നു ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ്. ഇവിടെ 1000 അവൈലബിൾ ആണ്, ബട്ട് ഇതുവരെ അവൈൽ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് 1000 എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ ഇവിടെ എടുത്തു കാണിക്കണം 1000 രൂപ. ക്ലിയർ? അതല്ല, എഫ് പറയുന്നു ഈ ITC അവൈലബിൾ ആണ്, 1000 അവൈലബിൾ ആണ്, ബട്ട് അത് ഇൻഎലിജിബിൾ ആണ്. ആ 1000 ഇൻഎലിജിബിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക? എടുത്തു കാണിക്കുക എഫ് എന്ന റോയിൽ. ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ബാക്കി വന്ന 1000 രൂപ ഇൻപുട്ട്, അവൈലബിൾ ആയ ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്തിട്ടില്ല, ചെയ്യാനുള്ളതാണെങ്കിൽ 1000 ഇവിടെ കാണിക്കുക. അതല്ല, ഈ 1000 ഇൻപുട്ട് അവൈലബിൾ ആയ 1000 ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടില്ല, ഇൻഎലിജിബിൾ ഇൻപുട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് എഫിലും കാണിച്ചു പോകേണ്ടതാണ്. ക്ലിയർ? യെസ്. ഇനി അത് അടുത്ത് പറയുന്നു IGST പെയ്ഡ് ഓൺ ഇമ്പോർട്ട് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ IGST അടച്ചുവെങ്കിൽ, RCM അല്ലേ അടച്ചുവെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കാണിക്കേണ്ടതാണ്. ക്ലിയർ? ഓട്ടോമാറ്റിക് വരും കേട്ടോ. എമൗണ്ട് എവിടെന്നാ? 3B ഓട്ടോമാറ്റിക് വരും. ഇനി ആ IGST ക്രെഡിറ്റ് അവൈൽഡ് ആണ് അല്ലേ? ക്ലിയർ? ഓൺ ഇമ്പോർട്ട് ഗുഡ്സ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നു ഗുഡ്സ് ഇമ്പോർട്ട് നടത്തിയപ്പോൾ 10,000 രൂപ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. അതിൽ 10,000 രൂപയില് നമ്മൾ എത്ര അവൈൽ ചെയ്തു എന്നാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. ക്ലിയർ അല്ലേ? ഇവിടെ ഓട്ടോമാറ്റിക് വരിക. ആ ലോജിക്ക് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ IGST എമൗണ്ട്, ഇത്ര എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ ഉണ്ട്, അതിൽ എത്ര അവൈൽ ചെയ്തു എന്നാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. ക്ലിയർ അല്ലേ? ഇവിടെ എവിടെ നിന്ന് ഓട്ടോമാറ്റിക് വരിക? 6E ഓർമ്മയുണ്ടോ? 6Aയിലെ ഇൻപുട്ട് വന്നത് 3Bയിൽ എടുത്ത ഇൻപുട്ട് നമ്മൾ 6B മുതൽ H വരെ കാണിക്കില്ലേ? പ്രത്യേകം. അതിൽ IGST ഇൻപുട്ട്, ഗുഡ്സ് ഇമ്പോർട്ട് നടത്തിയ ഇനത്തിൽ നമുക്ക് IGST ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ 6Hൽ 6Eയിൽ കാണിച്ചിട്ടുണ്ടാവും അല്ലെ? എങ്കിൽ അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും കേട്ടോ. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇവിടെ കാണിക്കേണ്ടത് അങ്ങനെ IGST പ്രകാരം ഗുഡ്സ് ഇമ്പോർട്ട് നടത്തിയ ഇനത്തിൽ എത്ര ഇൻപുട്ട് IGST ക്ലെയിം ചെയ്യാൻ ഉണ്ട് അത് ഇവിടെ കാണിക്കുക. 10,000 ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. ഇനി ശരിക്കും എത്ര IGST നമ്മൾ ശരിക്കും ക്ലെയിം ചെയ്തു അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും. 6Eയിൽ നമ്മൾ കാണിച്ചത് ഇവിടെ ഓട്ടോമാറ്റിക് വരും. ക്ലിയർ അല്ലേ? 10,000 നമ്മൾ ക്ലെയിം ചെയ്തുവെങ്കിൽ 10,000 ഇവിടെ വരും. എങ്കിൽ ഇവിടെ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ശരി. അതല്ല, ഈ 10,000 ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ഒരു 8,000 ക്ലെയിം ചെയ്തോളൂ എങ്കിൽ ആ 8,000 6Eയിൽ കാണിച്ചുവെങ്കിൽ ആ 8,000 ആയിരിക്കും ഇവിടെ 8Hൽ വരിക. എങ്കിൽ ബാക്കി 2,000 ഇനിയും ക്ലെയിം ചെയ്യാൻ ഉണ്ട് എന്നർത്ഥം. ക്ലിയർ അല്ലേ? ടൈം ലിമിറ്റ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ 2,000 എവിടെ വരും? ആ 2,000വും K എന്ന റോയിൽ വരും. ക്ലിയർ അല്ലേ? ആ 2,000 എവിടെ വരും? K എന്ന റോയിൽ വരും എന്നർത്ഥം. ഓക്കെ, യെസ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ. ഓക്കെ. പിന്നെ ഇവിടെ ബാക്കിയുള്ള എമൗണ്ട് അത് നമുക്ക് നോട്ട് അവൈൽഡ് ആയതുകൊണ്ട് ഇവിടെയും വരും. അത് ഇനിയും ക്ലെയിം ചെയ്യുന്നുണ്ട്, നോട്ട് അവൈൽഡ് ആണ്, പക്ഷെ അത് ടൈം കഴിഞ്ഞ് പോയെങ്കിൽ അത് K എന്ന റോയിൽ അവസാനം വന്ന് കിടക്കും, ലാപ്സ് ആയി പോയെന്ന് പറഞ്ഞ് കിടക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ. കൂടുതൽ നമ്മൾ GST-R9 ചെയ്യുക ആ ഇയറിന്റെ അവസാനമേ ചെയ്യത്തുള്ളൂ, സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇൻപുട്ട് അങ്ങനെ എക്സസ് ഉണ്ടെങ്കിൽ കൂടുതൽ എന്തായിരിക്കും വരുന്നത്? ലാപ്സ് ആയി പോകത്തേ ഉള്ളൂ കേട്ടോ കൂടുതൽ. ഓക്കെ, ഇതാണ് GST-R9ന്റെ 8ാമത്തെ ബോക്സിന്റെ പ്രത്യേകത. അപ്പൊ 6ഉം 8ഉമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒമ്പതാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ GST-R3Bയില് എത്ര ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, ടാക്സ് പേയബിൾ എമൗണ്ട് ഇവിടെ വരും. അതിൽ എത്ര ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തി അത് ഇവിടെ വരും. എത്ര ഇൻപുട്ട് ടാക്സ് യൂസ് ചെയ്ത് ക്ലെയിം ചെയ്തു, ഇൻപുട്ട് എത്ര ക്ലെയിം ചെയ്തു അത് ഇവിടെ ഓട്ടോമാറ്റിക് വരും കേട്ടോ. ക്ലിയർ അല്ലേ?
ഓക്കെ, IGST, CGST, SGST ഇത് മൂന്നും എന്തായാലും നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ച് ക്ലെയിം ചെയ്തു. ക്യാഷ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ക്ലിയർ? ഇനി അടുത്ത് നോക്കിയേ, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഒക്കെ ആണെങ്കിൽ ക്യാഷ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ടുമായി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ അവർക്ക് ലേറ്റ് ഫീ ഉണ്ടായിരുന്നു, ലേറ്റ് ഫീ എമൗണ്ട് മൊത്തം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ, പ്രോബ്ലം ഇല്ല. ഇവിടെ നോക്കി, പെയ്ഡ് ക്യാഷ് ആയിട്ട് അടച്ച കോളവും IT's ഇൻപുട്ട് ക്ലെയിം ചെയ്ത കോളം ഒക്കെ നോട്ട് എഡിറ്റബിൾ ആണ്. പക്ഷേ ടാക്സ് പേയബിൾ എന്ന കോളം എഡിറ്റബിൾ ആണ്. കാരണം നമ്മൾ GSTR9 ചെയ്യാൻ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ച് ടാക്സ് അടയ്ക്കാൻ ഇനിയും പെൻഡിങ് ഉണ്ട്, അടയ്ക്കാൻ വിട്ടുപോയി എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാക്സ് എമൗണ്ട് ഈ 9ാമത്തെ ബോക്സിൽ ഈ കാണുന്ന ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൂട്ടി കാണിക്കാം. കൂട്ടി കാണിച്ചാൽ മാത്രം മതി, പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ. അത് GSTR9 ഫയലിംഗിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ചെല്ലാൻ ഫോം ക്രിയേറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇവിടെ 10, 11, 12, 13, 14 4 കോളം ഇവിടെ ഒറ്റ കോളത്തിലുണ്ട്. 14 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1920 ഫിനാൻഷ്യൽ ഇയറിൽ GSTR1ലും 3Bയിലും കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ 1ലോ 3Bയിലോ കാണിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, 10 മുതൽ 14 വരെ നമ്മൾ മാനുവലി ഡാറ്റ എൻട്രി ചെയ്യുക. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം, നമ്മൾ 1920 എന്ന ഫിനാൻഷ്യൽ ഇയറിൽ GSTR1ലും 3Bയിലും നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ ഈ 6 ബോക്സിൽ ഓട്ടോമാറ്റിക് വന്നില്ലേ? എല്ലാ കാര്യങ്ങളും വന്നല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. എന്നാൽ 1920 എന്ന ആ ഫിനാൻഷ്യൽ ഇയറിൽ 1ലും 3Bയിലും കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ 1ലോ 3Bയിലോ പോയി കാണിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ 10 മുതൽ 14 വരെ നമ്മൾ മാനുവലി ഡാറ്റ എൻറ്റർ ചെയ്യണം. നോക്കാം. 10ാമത്തെ കാര്യം പറയുന്നു, നമ്മളിപ്പോ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സെയില്, ഒരു 10,000 രൂപയുടെ സെയിലാണ്. പക്ഷേ GSTR1ൽ കാണിച്ചപ്പോൾ 9,000 ആയിപ്പോയി. സങ്കല്പിക്കുക. ക്ലിയർ അല്ലേ? 1920 ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR1ൽ 10,000 രൂപയുടെ സെയിലാണ്. അത് കാണിച്ചപ്പോൾ എത്രയായി പോയി? 9,000 ആയിപ്പോയി. ബൈ മിസ്റ്റേക്ക് 1000 കുറഞ്ഞു പോയി. എനിക്ക് നെക്സ്റ്റ് മന്ത് ഒക്കെ എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അമൻമെന്റ് കയറി കൂട്ടാം. പക്ഷെ ഞാൻ ആ വർഷം നെക്സ്റ്റ് മന്ത് ഒന്നും അമൻമെന്റ് കയറി കൂട്ടാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ 1000 രൂപ കുറഞ്ഞു പോയ കാര്യം മനസ്സിലാക്കിയത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴാണ്. ഏതാ? 1920 GSTR1ൽ 1000 രൂപ സെയിൽ വിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ 2021 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ എന്ത് ചെയ്തു? അമൻമെന്റ് കയറി ആ 1000 കൂട്ടി. ക്ലിയർ അല്ലേ? ആ 1000 ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ 10ാമത്തിൽ നമ്മൾ മാനുവലി ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, 1920 GSTR1ൽ ഞാൻ എത്ര കാണിച്ചു? 9,000 സെയിൽ കാണിച്ചല്ലേ? ആ 9,000 രൂപ സെയിൽ ഇപ്പൊ എവിടെ വന്നു കാണും? 4ാമത്തെ ഫസ്റ്റ് ബോക്സിലെ അവിടെ വന്നു കാണും. ക്ലിയർ? ബാക്കി 1000 രൂപ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR1ൽ അമൻമെന്റ് കയറി കൂട്ടി. ആ 1000 എന്ത് ചെയ്യും? ഈ 10ാമത്തിൽ കാണിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ GSTR9ന്റെ 4ാമത്തെ ബോക്സും 10ാമത്തെ ബോക്സും കൂടെ കൂട്ടിയാൽ പോരെ ടോട്ടൽ സെയിൽ 10,000 കിട്ടത്തില്ല? നമുക്ക് കിട്ടും. സോ ടോട്ടൽ സെയില് 10,000 കിട്ടണമെങ്കിൽ ഫ്രം GSTR9 ബോക്സ് നമ്പർ 4 പ്ലസ് ബോക്സ് നമ്പർ 10 ആഡ് ചെയ്താൽ മതി. ക്ലിയർ? യെസ്. ഇനി 11 മീൻസ് നമ്മൾ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സെയില് 10,000 രൂപയുടെ സെയിലാണ്, 10,000. GSTR1ൽ 1920 GSTR1ൽ ആ സെയിൽ കാണിച്ചപ്പോൾ ബൈ മിസ്റ്റേക്ക് 10,000 കാണിക്കുന്ന സ്ഥാനത്ത് 11,000 കാണിച്ചു പോയി. 1000 കൂടിപ്പോയി. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് മന്ത് അമൻമെന്റ് കയറി കുറയ്ക്കാം. പക്ഷെ ആ വർഷം നെക്സ്റ്റ് മന്ത് ഒന്നും ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഞാൻ ആ മിസ്റ്റേക്ക് 1000 കൂടിപ്പോയി എന്നുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്, 2021ൽ. അപ്പോ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ത് ചെയ്തു? ആ 1000 രൂപ അമൻമെന്റ് കയറി കുറച്ചു. അതാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 11ൽ കാണിക്കേണ്ടത്.
അപ്പോ 1920 ഞാൻ കാണിച്ചത് 11,000 അല്ലേ? ആ 11,000 ഇപ്പൊ എവിടെ ഉണ്ടാകും? നാലാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വന്നിരിക്കും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ പോയി അമൻമെന്റ് കയറി കുറച്ചില്ലേ 1000 രൂപ, അതിപ്പോ എവിടെ വന്ന് കാണും? എവിടെ കാണിച്ചു? നമ്മളിപ്പോ ഈ 11ൽ നമ്മൾ മാനുവലി ആ 1000 കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പോ ടോട്ടൽ സെയിൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ നാലാമത്തെ ബോക്സിൽ കാണിച്ച 11,000 രൂപയിൽ നിന്ന് 11ാമത്തെ ബോക്സിൽ 1000 മൈനസ് ചെയ്യണ്ടേ? മൈനസ് ചെയ്യണം. സോ നാലാമത്തെ ബോക്സിൽ നിന്ന് 11ാമത്തെ ബോക്സ് മൈനസ് ചെയ്യണം. നാലാമത്തെ ബോക്സിൽ ഇപ്പൊ 11,000 രൂപ ഉണ്ട്. കറണ്ട് ഇയറിന്റെ GSTR 1 നിന്ന് വന്ന എമൗണ്ട് 11,000 രൂപ. എന്നാൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അമൻമെന്റ് കയറി 1000 കുറച്ചു. ആ കാര്യം എവിടെ കാണിച്ചു? 11ാമത്തെ ബോക്സിൽ കാണിച്ചു. അപ്പോ ഈ 11ാമത്തെ ബോക്സിൽ 1000 രൂപ ഉണ്ട്. നാലാമത്തെ ബോക്സിൽ 11,000 നിന്ന് 11ാമത്തെ ബോക്സിൽ കാണിച്ച 1000 മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ നെറ്റ് എമൗണ്ട് 10,000 ലഭിക്കും. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ സെയിൽ ഈസിക്കൽ ടു ടോട്ടൽ സെയിൽ 10,000 ഈസിക്കൽ ടു ഫ്രം GSTR 9 ബോക്സ് നമ്പർ 4 മൈനസ് ബോക്സ് നമ്പർ 11. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ടോട്ടൽ സെയില് for the financial year 1920 is equal to from GSTR 9 box number 4 plus box number 5 plus box number 10 minus box number 11. 11 മൈനസ് ചെയ്യണ്ടേ? കാരണം 11ൽ കാണിക്കുന്ന എമൗണ്ട് ഓൾറെഡി എവിടെ ഉണ്ട്? നാലാമത്തെ ബോക്സിൽ ഉണ്ട്. അതുകൊണ്ട് 11 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ക്ലിയർ? യെസ്. 12 എന്താ? റിവേഴ്സൽ ആണ്. നമ്മൾ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻപുട്ട് ടാക്സ് GSTR 3Bയില് നമ്മൾ റിവേഴ്സ് നടത്തിയെങ്കിൽ അത് എവിടെ ഓട്ടോമാറ്റിക് വരും? ബോക്സ് നമ്പർ 7 കണ്ടല്ലോ. 37, 39, 42, 43 പല റൂൾസ് ഒക്കെ പഠിച്ചില്ലേ അവിടെ ഓട്ടോമാറ്റിക് വരും അല്ലെ? എന്നാൽ കറണ്ട് ഇയർ ആയ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യേണ്ട ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ ഏതാ? 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ 3Bയിൽ റിവേഴ്സ് നടത്തിയെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യുക? GSTR 9 12ൽ മാനുവലി എൻറ്റർ ചെയ്യണം. ക്ലിയർ അല്ലേ? 1920 3Bയിൽ റിവേഴ്സ് ചെയ്യേണ്ട ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 3Bയിൽ റിവേഴ്സ് നടത്തിയെങ്കിൽ ആ കാര്യം 12ൽ മാനുവലി എൻറ്റർ ചെയ്യുക. സോ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് റിവേഴ്സൽ ഫ്രം GSTR 9 ബോക്സ് നമ്പർ 7 പ്ലസ് ബോക്സ് നമ്പർ 12. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 13 പറഞ്ഞ എന്താ? ഇൻപുട്ട് ടാക്സ് ക്ലെയിം ആണ്. നമ്മൾ 1920 ഫിനാൻഷ്യൽ ഇയറിൽ GSTR 3Bയില് ക്ലെയിം ചെയ്ത ഇൻപുട്ട് എവിടെ ഓട്ടോമാറ്റിക് വന്നു? ബോക്സ് നമ്പർ 6 ആറാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വന്നു അല്ലേ? എന്നാൽ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 3Bയിൽ ക്ലെയിം ചെയ്തുവെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് നമ്പർ 13ൽ മാനുവലി കാണിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ടോട്ടൽ ഇൻപുട്ട് ക്ലെയിംഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 1920 is equal to from GSTR 9 ബോക്സ് നമ്പർ 6 പ്ലസ് ബോക്സ് നമ്പർ 13. ക്ലിയർ അല്ലേ? ആറാമത്തെ ബോക്സും 13 കൂടെ കൂട്ടുമ്പോ ടോട്ടൽ എത്ര ഇൻപുട്ട് ക്ലെയിം ചെയ്തു 1920 ഇയറിൻ്റെതായിട്ട് കിട്ടും. ക്ലിയർ? യെസ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, അത് 14 ആണ്. 14 മീൻസ് ഈ 9 ലിങ്ക് ആണ്. അതായത് കറണ്ട് 1920 ഫിനാൻഷ്യൽ ഇയറിൽ GSTR 3Bയില് എത്ര ടാക്സ് പേയ്മെന്റ് നടത്തി അത് എവിടെ ഓട്ടോമാറ്റിക് വരും? ബോക്സ് നമ്പർ 9 അല്ലേ? ഈ ബോക്സ് നമ്പർ 9ൽ ഓട്ടോമാറ്റിക് വരും. എന്നാൽ 1920 ഫിനാൻഷ്യൽ ഇയറിൽ 3Bയില് ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 3Bയിൽ അടച്ചുവെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മാനുവൽ ആയിട്ട് GSTR 9 14ാമത്തെ ബോക്സിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? 1920 ഫിനാൻഷ്യൽ ഇയറിൽ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് 3Bയിൽ അടയ്ക്കേണ്ട എമൗണ്ട് അടയ്ക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയർ 2021 3Bയില് അടച്ചുവെങ്കിൽ ആ കാര്യം GSTR 9 14ാമത്തെ ബോക്സിൽ ഇവിടെ പേയബിളും പെയ്ഡും കാണിക്കേണ്ടതാണ്. സോ ടോട്ടൽ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 1920 ഫ്രം GSTR 9 ബോക്സ് നമ്പർ 9 പ്ലസ് ബോക്സ് നമ്പർ 14. 9 പ്ലസ് 14 കറണ്ട് ഇയറിൽ പേയ്മെന്റ് നടത്തിയെങ്കിൽ അത് 9ാമത്തെ ബോക്സിൽ കാണും. കറണ്ട് ഇയർ അടയ്ക്കേണ്ട ടാക്സ് നെക്സ്റ്റ് ഇയർ ഇപ്പൊ അടച്ചുവെങ്കിൽ 14ാമത്തെ ബോക്സിൽ നമ്മൾ മാനുവലി ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ പറയാം,
ടോട്ടൽ സെയില് ഫ്രം GSTR 9, ബോക്സ് നമ്പർ 4 പ്ലസ് 5 പ്ലസ് 10 മൈനസ് 11. ടോട്ടൽ ഇൻപുട്ട് ക്ലെയിം ബോക്സ് നമ്പർ 6 പ്ലസ് 13. ടോട്ടൽ ഇൻപുട്ട് റിവേഴ്സൽ ബോക്സ് നമ്പർ 7 പ്ലസ് 12. ടോട്ടൽ ടാക്സ് പെയ്ഡ് ബോക്സ് നമ്പർ 9 പ്ലസ് 14. ക്ലിയർ അല്ലേ? യെസ്. സോ GSTR 9ന്റെ ബോക്സ് നമ്പർ 4 മുതൽ ഈ 14 വരെയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? യെസ്. ഇനി ഈ 15ാമത്തെ ബോക്സ് വേറെ ഒന്നുമല്ല, ഡിമാൻഡ് റീഫണ്ട് സ്റ്റാറ്റസ് ആണ്. അതായത് നമുക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻപുട്ട് എന്തെങ്കിലും റീഫണ്ട് ക്ലെയിം ചെയ്തോ, നമുക്കറിയാലോ ഈ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇൻപുട്ട് റീഫണ്ടബിൾ ആണ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും റീഫണ്ട് ക്ലെയിം ചെയ്തുവെങ്കിൽ എത്ര എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്തു, അതോ റീഫണ്ട് അപ്ലൈ ചെയ്തു അത് സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എത്ര റീഫണ്ട് സാങ്ഷൻ ആയി, അതോ റീഫണ്ട് അപ്ലൈ ചെയ്തു പക്ഷെ റിജക്റ്റ് ആയി പോയി, എത്ര റീഫണ്ട് റിജക്റ്റ് ആയി പോയി. റീഫണ്ട് പെൻഡിങ്, നമുക്ക് റീഫണ്ട് അപ്ലൈ ചെയ്തു, റീഫണ്ട് ഇനിയും കിട്ടാൻ പെൻഡിങ് ഉണ്ട്. അപ്പൊ റീഫണ്ട് ബന്ധപ്പെട്ട് നിലവിലെ സ്റ്റാറ്റസ് അത് മാത്രം കാണിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല എങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ എന്താ പറയുന്നേ, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ടാക്സ്. നമ്മൾ ടാക്സ് എന്തെങ്കിലും ഈ അടയ്ക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യും, നോട്ടീസ് അയക്കും. നിങ്ങൾ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കും നമുക്ക്. ക്ലിയർ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡിമാൻഡ് നോട്ടീസ് പ്രകാരം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് അത് ഇവിടെ കാണിക്കുക. ഇനി ഡിമാൻഡ് നോട്ടീസ് പ്രകാരം എത്ര ടാക്സ് നമ്മൾ അടച്ചു അത് ഇവിടെ കാണിക്കുക. ഡിമാൻഡ് നോട്ടീസ് പ്രകാരം ടാക്സ് എന്തെങ്കിലും ഇനി അടയ്ക്കാൻ പെൻഡിങ് ഉണ്ടോ അത് ഇവിടെ കാണിക്കുക. ക്ലിയർ അല്ലേ? അപ്പോ ഡിമാൻഡ് നോട്ടീസ് പ്രകാരമുള്ള ടാക്സിന്റെ കാര്യങ്ങളും റീഫണ്ട് കാര്യങ്ങളുമാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കാണിക്കേണ്ടത്. മനസ്സിലായോ? യെസ്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലീവ് ചെയ്ത് പോയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ. 16ാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കോമ്പോസിഷൻ സ്കീമില്ലേ, കോമ്പോസിഷൻ സ്കീം പ്രകാരം രജിസ്ട്രേഷൻ എടുത്ത സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തിയാൽ ആ പർച്ചേസ് എമൗണ്ട് കാണിക്കുക. ഇവിടെ ടാക്സ് വരുമോ? അവിടെ വരില്ല. ക്ലിയർ അല്ലേ? കോമ്പോസിഷൻ സ്കീം പ്രകാരമുള്ളവർ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ ഒരു നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കത്തില്ല, അപ്പോൾ ടാക്സ് വരില്ല അവിടെ. ആ പർച്ചേസ് എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. പിന്നെ ഡീംഡ് സപ്ലൈ അണ്ടർ സെക്ഷൻ 143 എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ വർക്കർ സെൻഡ് ഗുഡ്സ് ടു ജോബ് വർക്കർ. പ്രിൻസിപ്പൽ വർക്കർ ജോബ് വർക്കർക്ക് എന്ത് ചെയ്യും, ഗുഡ്സ് അയച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാനൊരു ടെക്സ്റ്റൈൽസ് റൺ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് ഇത് ഡ്രസ്സൊക്കെ റെഡി ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന തയ്യൽക്കാർക്ക് എന്ത് ചെയ്യും, തയ്യൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രസ് മെറ്റീരിയൽസ് സെൻഡ് ചെയ്യും. അതാണ് പ്രിൻസിപ്പൽ വർക്കർ സെൻഡ് ഗുഡ്സ് ടു ജോബ് വർക്കർ. ക്ലിയർ അല്ലേ? അതിന്റെ ബാലൻസ് ഫർണിഷ് വർക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ, ജ്വല്ലറി എന്താ, പ്രിൻസിപ്പൽ വർക്കർ. ജ്വല്ലറി ആ ഗോൾഡ് എന്ത് ചെയ്യും, ഇപ്പോ ആ ഗോൾഡ് അതിനെ ഫർണിഷ് ചെയ്ത് മറ്റേതെങ്കിലും അല്ല ഓർണമെന്റ്സ് ആക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്യും, തട്ടാന്മാര് അവരെ ഏൽപ്പിക്കും. അതായത് ഗോൾഡ് സ്മിത്ത് അല്ലെ, ഗോൾഡ് സ്മിത്ത് എന്ന് പറയും, തട്ടാന്മാരുണ്ട്, അവരെ ഏൽപ്പിക്കും. അപ്പൊ തട്ടാന്മാരാണ് ഗോൾഡ് സ്മിത്ത്, ജോബ് വർക്കർ. ക്ലിയർ അല്ലേ? അങ്ങനെ ആ പ്രിൻസിപ്പൽ വർക്കർ തന്റെ ജോബ് വർക്കർക്ക് അതിന്റെ ബാലൻസ് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഏൽപ്പിച്ചാൽ അതാണ് പ്രിൻസിപ്പൽ വർക്കർ സെൻഡ് ഗുഡ്സ് ടു ജോബ് വർക്കർ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടതാണ് ഈ 16B എന്ന് പറഞ്ഞാൽ. സി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സപ്ലയറായി ഞാൻ കസ്റ്റമറിന് ഗുഡ്സ് കൊടുക്കും, സെയില് റൈസ് ചെയ്യത്തില്ല. കസ്റ്റമറിനോട് പറയും ഈ ഗുഡ്സ് ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഗുഡ്സിന് ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ അറിയിച്ചാൽ മതി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ബില്ല് റൈസ് ചെയ്യാം. അങ്ങനെ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ഫാർമസിയിൽ പോയി പറഞ്ഞു ഇത് പുതിയ മെഡിസിൻ ആണ്, ഇത് നിങ്ങൾ വെക്കൂ.
നിങ്ങൾക്ക് ഈ മെഡിസിന് ഡിമാൻഡ് ഓഫ് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അന്ന് അറിയിച്ചാൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ബില്ല് റൈസ് ചെയ്യാം. ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു അപ്രൂവൽ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറിന് ഗുഡ്സ് അയച്ചു കൊടുക്കും. ക്ലിയർ അല്ലേ? യെസ്. കസ്റ്റമർ അത് എനിക്ക് ആ ഗുഡ്സ് വേണം എന്ന് പറയുമ്പോൾ സെയിൽ റൈസ് ചെയ്യും. ക്ലിയർ അല്ലേ? ആ ലോജിക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാണിക്കേണ്ടതാണ് ഇവിടെ കേട്ടോ. ഓക്കെ. ഇനി 17 എന്ന് പറഞ്ഞാൽ HSN ഫോർ ഔട്ട്വേർഡ് സപ്ലൈ. നമ്മൾ സെയിൽ നടത്തിയ ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ HSN കോഡ് ഓർ SAC കോഡ് കാണിക്കേണ്ടതാണ് 17. 18 മീൻസ് നമ്മൾ പർച്ചേസ് നടത്തിയ ഗുഡ്സിന്റെ HSN കാണിക്കേണ്ടതാണ് 18. പക്ഷേ ഈ 18 അതോറിറ്റി വേണ്ട എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? 18ാമത്തെ ഈ ബോക്സ് വേണ്ട എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പർച്ചേസ് നടത്തിയതിന്റെ HSN കോഡ് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ. 17 മാത്രം കൊടുത്തു പോയാൽ മതി. 17 എന്താ, നമ്മൾ സെയിൽ നടത്തിയ ഗുഡ്സിന്റെ HSN കോഡ് കാണിക്കേണ്ടതാണ് 17. ഇപ്പൊ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഫോൺ കൊടുത്തു. അപ്പോ ഇങ്ങനെ വരും അല്ലേ? ഇനി എന്ത് ചെയ്യുക, ആ ഫോണിന്റെ HSN കോഡ് വന്നു ഇവിടെ. ക്ലിയർ അല്ലേ? UQC അല്ലേ? യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്, നമ്പേഴ്സ്, ക്വാണ്ടിറ്റി, ടോട്ടൽ ടാക്സബിൾ എമൗണ്ട്, റേറ്റ്, GST കാണിച്ചു പോയാൽ മതി. GST 1 കാണിച്ചില്ലേ, അതുപോലെ കാണിച്ചു പോയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഒരെണ്ണം ചെയ്യുക. നമ്മൾ എന്തെല്ലാം പ്രോഡക്റ്റ്, എന്തെല്ലാം ഗുഡ്സ് ഇതുപോലെ സപ്ലൈ നടത്തി അതിന്റെയൊക്കെ കോഡ് എന്ത് ചെയ്യുക, കാണിച്ചു പോയാൽ മതി അവിടെ. ലാസ്റ്റ് കോളം കണ്ടോ, 19 ലേറ്റ് ഫീ പേയബിൾ. അതായത് GSTR 9 ശരിക്കും എന്നാ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡേറ്റ് 31st December അല്ലേ? ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 1920 മാർച്ച് 31 ഇയർ കംപ്ലീറ്റ് ആയി. ദെൻ 20 April 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം GSTR 9 ചെയ്യൽ. 20 December 31 ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അന്ന് ചെയ്യാതിരുന്നാൽ ലേറ്റ് ഫീ വരും. ലേറ്റ് ഫീ എത്രയാ? ഒരു ദിവസം ലേറ്റ് ആയാൽ 200 രൂപ ലേറ്റ് ഫീ വരും. 200 പെർ ഡേ. 200 പെർ ഡേ ലേറ്റ് ഫീ വരും. ക്ലിയർ അല്ലേ? 2 ദിവസം ഡിലേ വന്നാൽ 400 രൂപ ലേറ്റ് ഫീ വരും. അങ്ങനെ ഒരു ദിവസം 200 രൂപ, 100 രൂപ CGST, 100 രൂപ STST, അങ്ങനെ ഒരു ദിവസം 200 രൂപ വെച്ച് ലേറ്റ് ഫീ കൂടി പോകും ചെയ്യാതിരുന്നാൽ. മാക്സിമം ലേറ്റ് ഫീ എത്രയാ? മാക്സിമം ലേറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 0.25 0.25% ഓഫ് ടോട്ടൽ ആനുവൽ ടേൺ ഓവർ. നമ്മുടെ വാർഷിക ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിന്റെ 0.25% വരെ ലേറ്റ് ഫീ പോകും. ഡെയിലി 200 രൂപ വെച്ച് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ GSTR 9 ചെയ്ത് അവസാനം വരുമ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ട് ലയബിലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ ഈ ബോക്സ് ആക്റ്റീവ് ആയി മാറി ലേറ്റ് ഫീ അവിടെ കാണിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ December 31 ഫയൽ ചെയ്യാതെ 2021 January 1 GSTR 9 ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഡിലേ ആയില്ലേ ചെയ്യാൻ. അപ്പോ അന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ കമ്പ്യൂട്ടർ ലയബിലിറ്റി ക്ലിക്ക് ചെയ്താൽ ഈ ബോക്സ് എനാബിൾ ആയി ഇവിടെ നമുക്ക് 200 രൂപ ലേറ്റ് ഫീ കാണിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? 200 ലേറ്റ് ഫീ കാണിക്കും. യെസ്. ഇനിയിപ്പോ നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് GSTR 9 ചെയ്യുന്നു എങ്കിൽ പോലും, ഡ്യൂ ഡേറ്റിന് മുമ്പ് GSTR 9 ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ലേറ്റ് ഫീ നിങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അവസാനം വന്ന് ഈ കമ്പ്യൂട്ടർ ലയബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. കാരണം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ടു ഫയൽ എന്ന ഈ ഓപ്ഷനില്ലേ ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. ക്ലിയർ അല്ലേ? കമ്പ്യൂട്ടർ ലയബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ പ്രൊസീഡ് ടു ഫയൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആകത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. പ്രൊസീഡ് ടു ഫയൽ ഓപ്ഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിൽ OTP വരും, OTP കൊടുക്കുക, ഫയൽ ആകും കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് GSTR 9 ഫയലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ വർഷം GSTR 1 3Bയിലും ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിരിക്കുന്നു. അത് കൃത്യമാണ് എങ്കിൽ നമ്മൾ ആ 1920 ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ വിട്ടുപോയിട്ടില്ല. എല്ലാം കൃത്യമായി ചെയ്തു. ഒരു കാര്യം പോലും നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കേണ്ടി വന്നിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ ബോക്സ് മുതൽ 9ാമത്തെ ബോക്സ് വരെ ക്ലിയർ ആണെന്ന് നോക്കിയാൽ മാത്രം പോരെ. ഈ 4ാമത്തെ ബോക്സ് മുതൽ 9ാമത്തെ ബോക്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വന്ന ഫിഗർ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ട് ജസ്റ്റ് റിക്കൺസിൽ ചെയ്യുക. അപ്പോ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വല്ല പണിയുണ്ടോ ഇവിടെ ചെയ്യാൻ? ഒന്നുമില്ല. അവസാനം പോയിട്ട് എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൃത്യമായിട്ടും ഓരോ മാസവും GSTR 1ഉം 3ബിയും ചെയ്യുമ്പോൾ അതാത് മാസം ബുക്സ് ഓഫ് അക്കൗണ്ടും ടാലിയാക്കി പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ GSTR 9 ഓപ്പൺ ചെയ്യുമ്പോൾ GSTR 9ന്റെ ഈ 6 ബോക്സും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടും ടാലി ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? GSTR 9ന്റെ ഫയലിംഗ് വരിക. പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, ഇപ്പോ നമുക്ക് GSTR 9 ചെയ്യുമ്പോൾ 2 കോടിക്ക് ബിലോ ടേൺ ഓവർ ആണെങ്കിൽ GSTR 9 ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി, ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതോറിറ്റി മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താ? GSTR 9 ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അതായത് ആ ഒരു വർഷം 1ഉം 3ബിയും ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് വന്നുവെങ്കിൽ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസാന ചാൻസ് ആണ് GSTR 9ന്റെ ഫയലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ന് അതോറിറ്റി പറയുന്നുണ്ട്. അതിന്റെ കൂടെയാണ് പറയുന്നത് 2 കോടിക്ക് ബിലോ ഉള്ളവർക്ക് ഓപ്ഷണൽ ആണെന്ന്. ക്ലിയർ അല്ലേ? എന്താ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്? അതോറിറ്റി ഒരിക്കലും 2 കോടിക്ക് ബിലോ ഉള്ളവർക്ക് ചെയ്യണ്ട എന്നൊരിക്കലും പറയില്ല, ഓപ്ഷണൽ ആണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും 1ലും 3ബിയിലും ആ 12 മാസവും ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല, എല്ലാ ടാക്സ് കൃത്യമായി അടച്ചിട്ടുണ്ട്, ഇൻപുട്ട് എല്ലാം കൃത്യമായി ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും GSTR 9 ചെയ്താൽ. അതോറിറ്റി ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതോറിറ്റി ആയിട്ട് ഇങ്ങോട്ട് നോട്ടീസ് അയക്കും, നിങ്ങൾ ആ വർഷം അധികമായിട്ട് ക്ലെയിം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട്. അതോറിറ്റി മനസ്സിലാക്കിയാൽ നമുക്ക് നോട്ടീസ് അയക്കും. അപ്പൊ നമുക്ക് അത്രയും ഹൈ ഒരു എമൗണ്ട്, ലക്ഷക്കണക്കിന് എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ടാക്സ് ലയബിലിറ്റി അന്ന് വരും. അതിനേക്കാൾ നല്ലത് എന്താ? കൃത്യമായിട്ട് GSTR 9 ചെയ്തു പോകാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് പ്രത്യേകത കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, GSTR 1, GSTR 3B അതിൽ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എല്ലാ മിസ്റ്റേക്കിനും പരിഹാരം, സൊല്യൂഷൻ GSTR 9 ചെയ്യുമ്പോൾ ഉണ്ട്. അത് കൺഫേംഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ക്ലാസ്സിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ GSTR 1ൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ അതെനിക്ക് GSTR 9 ചെയ്യുമ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ക്ലിയർ? ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ GSTR 3ബിയിൽ ആ ഒരു കാര്യം അങ്ങനെ ചെയ്തു പോയി, നെക്സ്റ്റ് മന്ത് തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കത് GSTR 9 ചെയ്യുമ്പോൾ എങ്ങനെ ക്ലിയർ ചെയ്യാം? അങ്ങനെ എന്ത് ചെയ്യുക? സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും, അത് എന്നോട് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുതരും, അങ്ങനെ മിസ്റ്റേക്ക് വന്നാൽ GSTR 9ന്റെ ഇന്ന കോടതി കാണിക്കുക, അങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് അങ്ങനെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡൗട്ട്സ് വന്ന് എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്താൽ പഠിക്കാൻ സാധിക്കും. അല്ലാതെ ഞാൻ ഈ പഠിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ അത് മറന്നുപോകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഒരിക്കലും മറക്കാതിരിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഒരു കണക്കിന് GSTR 9 വളരെ സിമ്പിൾ ആണ്, മറ്റേ സൈഡ് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുമാണ്. ബുദ്ധിമുട്ട് വരാൻ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ച് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്കാണ് ബുദ്ധിമുട്ട്. ക്ലിയർ? ഓക്കെ, അപ്പോ ഗുഡ് നൈറ്റ്. ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം.